ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. റംല കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകുകയാണത്. 1.5 കിലോ അരി ഉണ്ട്. ലേശം തേങ്ങ ചോറും കൂട്ടുന്നുണ്ട്. ഒരു മരത്തിന് വേണ്ടിയിട്ടാണ്. ഇത് ഇനി അരക്കാൻ പോവുകയാണ്. അരച്ച് വരട്ടെ. കുറച്ചിട്ടാണ് അരക്കാൻ പാടുള്ളൂ. 2-3 ഏലക്കായി ഇട്ട് കൊടുക്കുന്നുണ്ട് അരക്കാൻ. ലേശം ചെറിയ ജീരകം 1/2 സ്പൂൺ ചെമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. മിക്സി നാട്ടിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ചെമ്പട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഗോതമ്പത്തിൻ്റെ ഒരു ഗ്ലാസ് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഗോതമ്പത്തിൻ്റെ പൊടി അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്രിസ്പിക്ക് വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് കുറച്ച് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചിരകിയതുകൊണ്ട് ഒരു 1/2 കപ്പാണ്. കഷ്ണം വെട്ടി നുറുക്കിയത് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതൊക്കെ പാടിയിട്ട് കൂട്ടാനുള്ളതാണ്. ഇത് വറക്കാൻ പോകാണ്. ഇതാണ് വറക്കണത്. ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കാൻ പോകുന്നത്. ചട്ടിയിലേക്ക് എണ്ണ വാരിയാണ് പാരുന്നത്. തേങ്ങ വറക്കാനായിട്ടാണ് പാരുന്നത്. അതിലേക്ക് കൊത്ത് തേങ്ങ കൊത്തി കൊടുക്കുകയാണ്. ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. അതിന് അങ്ങോട്ട് വരുന്നുണ്ട്. വറുക്കുകയാണ്. അത് ചെറിയ തേങ്ങയിൽ കൂട്ടാണ് വറക്കുന്നത്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. തേങ്ങാക്കൊത്ത് വറുത്ത് ശരിയായി വന്നിട്ടുണ്ട്. അത് കോരാൻ നിൽക്കുകയാണ്. വറുത്ത് ശരിയായി വന്നിട്ടുണ്ട്. അത് അതിന് മാങ്ങാൻ നിൽക്കുകയാണ്. തേങ്ങാക്കൊത്തൊക്കെ ശരിയായി വന്നിട്ടുണ്ട്. ശർക്കര ഉരുക്കാൻ പോകുകയാണ്. ശർക്കര ഉരുക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് വെള്ളം വെച്ചിട്ടുള്ളത് അതിൽ കുരുക്കാൻ പോവുകയാണ്. ഈ പച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വറുത്ത് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കി മറിക്കുകയാണ്. അതിൽ നിന്ന് കുറച്ച് എണ്ണ ഈ മാവിനോട്ട് പാരുകയാണ്. ആയത്തിന് വേണ്ടിയിട്ടാണ് പാരുന്നത്. എണ്ണ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ എണ്ണ കുറച്ച് കമ്മിയായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. വെല്ലം ഒരിക്കലും പാരാൻ ചൂട് കൊടുക്കാനാണ് പാരുന്നത്. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് പാർന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളമല്ല, വെല്ലം ഒരിക്കലും തന്നെയാണ്. കാലപ്പത്തിനുള്ള മാവ് അവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. കട്ട ചൂട് കൊടുക്കാനുള്ള വെല്ലം ഒരിക്കൽ പാരുമ്പോൾ കട്ട കുത്തിപ്പോവും. അതിനാണ് വേഗത്തെ വെക്കുന്നത്. ഇത്രയാണ് നമ്മുടെ പൊടി. നല്ല കട്ടിയല്ല, നല്ല ലൂസും അല്ല. ഒരു മീഡിയം സൈസിലാണ് ഈ പൊടിയുള്ളത്. ഇത്രയേ വേണ്ടുള്ളൂ. ഇനി വെള്ളം കൂട്ടിയാൽ ശർക്കര ഒരിക്കൽ പാവ് വാർന്നു കഴിഞ്ഞാൽ ലൂസായി പോകും. അപ്പോൾ ഇനി നമുക്ക് കൂട്ടണ്ട. ഉണ്ടാക്കാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കത്തിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്കതൊന്ന് കാഞ്ഞ് വരട്ടെ, ചൂടായി വരട്ടെ. എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യും എണ്ണയും പാടാണ് ഒഴിച്ചിരിക്കണത്. നെയ്യ് നമ്മളെ കയ്യിൽ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് കുറച്ച് എണ്ണയും നെയ്യും പാടാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പം പാരാൻ പോവുകയാണ്. കുറച്ച് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ അപ്പം റെഡിയാക്കാൻ പോവുകയാണ്. വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അങ്ങനെ പൊള്ളച്ച് വരുന്നുണ്ട്. അതുകൊണ്ടാണ് പൊള്ളച്ച് ചട്ടിയിൽ നിന്ന് കൂടുന്നുണ്ട്. അത് ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ്.
എല്ലാവരും മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇരിഞ്ഞ് കൊടുക്കാനാണ് ഉണ്ടാക്കുന്നത്. അതിന് പേപ്പർ വെച്ചുകൊടുക്കും, ഇത് ഉണ്ടാക്കിക്കൊള്ളും. ഉണ്ണിയപ്പം നല്ല സോഫ്റ്റാണ്, പോഞ്ച് പോലെയാണ് ഉണ്ണിയപ്പം. നല്ല രസമുണ്ട്.